നടൻ ബാലയുടെ മുൻ പങ്കാളി ഡോക്ടർ എലിസബത്ത് ഉദയൻ ഇപ്പോൾ അഹമ്മദാബാദിലെ ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കിടക്കുകയാണ്. പ്രശ്നം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആത്മഹത്യാ ശ്രമമാണ്. അതിലേക്ക് നയിച്ചത് എന്താണെന്ന് ചോദിച്ചാൽ ഇവർക്ക് ഉണ്ടായിട്ടുള്ള മാനസികമായ ബുദ്ധിമുട്ടുകൾ ഈ ബാലയിൽ നിന്ന് നേരിടുന്ന പ്രശ്നങ്ങളാണ് എന്നാണ് ഡോക്ടർ എലിസബത്ത് ഇതിനെപ്പറ്റി പറയുന്നത്. അവർ ആരോപിക്കുന്ന എൻ്റെ ജീവിതം തകർത്തത് ബാലയാണ് എന്ന് പറയുന്നു. ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ പറയുന്നു. ഇത് സാമ്പത്തിക ചൂഷണം വരെ ഉണ്ടായിട്ടുണ്ടെന്നൊക്കെയുള്ള ആരോപണങ്ങൾ പറയുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള വിമർശനങ്ങളും ആരോപണങ്ങളും എല്ലാം തന്നെ എലിസബത്ത് ഉന്നയിക്കുന്നു. അത് കൂടാതെ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താൻ മരിക്കുകയാണെങ്കിൽ ഉത്തരവാദി നടൻ ബാലയായിരിക്കുമെന്നാണ് എലിസബത്ത് പറയുന്നത്. ഇത് ഈ വിവരങ്ങളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? ഇനിയിപ്പോൾ എന്തെങ്കിലും ആരോഗ്യ നിലയിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? അതായത് അഹമ്മദാബാദിലെ ആശുപത്രിയിൽ വെച്ച് തന്നെയാണ് ഇത്തരത്തിൽ അമിതമായി ഉറക്ക ഗുളിക കഴിച്ചത്. ഡോക്ടർ ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഡോസിനെ കുറിച്ചൊക്കെ വ്യക്തമായ ധാരണയുണ്ട്. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി തന്നെ ചെയ്തതാണ് എന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. അപ്പോൾ ഈ എലിസബത്ത് കുറേ നാളായി ബാലയ്ക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. ബാല ഇപ്പോൾ കോകില എന്ന തൻ്റെ മുറപ്പെണ്ണിനെ അല്ലെങ്കിൽ മാമ എന്ന് വിളിക്കുന്ന കോകിലെ വിവാഹം കഴിച്ച് സന്തോഷകരമായ ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിൽ എലിസബത്ത് കുറേയേറെ ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പേജിലൂടെയും സോഷ്യൽ മീഡിയയിലൂടെയും ഒക്കെ ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതായത് ബാല നിരന്തരം തന്നെ മാനസികമായും ശാരീരികമായും പീഡിപ്പിക്കുമായിരുന്നു. 3-4 ദിവസം വരെ ഭക്ഷണം ഒന്നും നൽകാതെ വെള്ളം മാത്രം നൽകി മുറിയിൽ പാർപ്പിച്ചു. അതോടൊപ്പം തന്നെ മറ്റ് സ്ത്രീകളെ അവിടെ കൊണ്ടുവന്ന് ലൈംഗികമായി ഉപയോഗിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ അങ്ങനെ ഒരുപാട് ആരോപണങ്ങൾ എലിസബത്ത് ഉന്നയിച്ചു. എലിസബത്തിനെ നിയമപ്രകാരം വിവാഹം കഴിച്ചിരുന്നില്ല. അപ്പോൾ ബാലയുടെ അമ്മ വരെ പറഞ്ഞത് അത്തരത്തിൽ വിവാഹം വേണ്ട എന്നായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒരുപാട് പൈസ ചൂഷണം ചെയ്തു. അതിനുശേഷം ഡിപ്രഷനുണ്ട്, അല്ലെങ്കിൽ തനിക്ക് ഒരുപാട് മാനസിക രോഗങ്ങളുണ്ടെന്ന് പ്രചരിപ്പിച്ചു. പക്ഷേ തനിക്ക് യാതൊരു വിധത്തിലുള്ള മാനസിക രോഗങ്ങളും ഇല്ല, ഇയാളുടെ കൂടെ വന്നതിന് ശേഷമുള്ള ഒരു ഡിപ്രഷൻ മാത്രമാണ് ഉള്ളതെന്നാണ് എലിസബത്ത് വെളിപ്പെടുത്തുന്നത്. പക്ഷേ എലിസബത്ത് അമൃതയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അമൃത കൂടുതൽ ഇവർക്ക് പ്രോത്സാഹനം നൽകിയില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതോടൊപ്പം തന്നെ അമൃതയുടെ മകൾ വളരെ ഗുരുതരമായ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ ഉന്നയിച്ചിരുന്നു. ബാല 10-14 വർഷത്തോളം അമ്മയെയും എന്നെയും ഒക്കെ ഒരുപാട് ഉപദ്രവിച്ചിരുന്നു. പാത്രങ്ങളൊക്കെ മുഖത്തേക്കൊക്കെ വലിച്ചെറിയുമായിരുന്നു. ഭാഗ്യം കൊണ്ടാണ് ജീവൻ തിരിച്ചു കിട്ടിയതെന്നൊക്കെ അടക്കം ഈ കുട്ടി അമൃതയുടെയും ബാലയുടെയും കുട്ടി പറയുകയുണ്ടായി. അതൊക്കെ വലിയ വിവാദമായിരുന്നു. അതിന് ശേഷമാണ് ഇത്തരത്തിൽ എലിസബത്ത് വലിയ ആരോപണങ്ങൾ ബാലയ്ക്കെതിരെ കൊണ്ടുവന്നത്. ബാല സ്ത്രീകളുമായി അമിതമായി സ്ത്രീ വിഷയത്തിൽ കൂടുതൽ തൽപരനായ വ്യക്തിയായിരുന്നു എന്നൊക്കെ ബാലയെക്കുറിച്ച് പറഞ്ഞു. ബാല രാത്രി 2 മണിക്കുമൊക്കെ ഫ്ലാറ്റിൽ സ്ത്രീകളെ കൊണ്ടുവരുമായിരുന്നു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങൾ ഉന്നയിച്ചു. അതിനുശേഷം ബാല എലിസബത്തിനെതിരെ കേസ് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. കൊച്ചിയിൽ വന്നാണ് ബാല കേസ് നൽകിയത്. അപ്പോൾ അത്തരത്തിൽ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ എലിസബത്ത് ഒരു ആത്മഹത്യാ ശ്രമം നടത്തിയിരിക്കുന്നത്. നമുക്കറിയാം, വലിയൊരു വിമാനാപകടം ഉണ്ടായത് ഈ എലിസബത്ത് ജോലി ചെയ്യുന്ന ആശുപത്രിയുടെ അടുത്തുള്ള ഹോസ്റ്റൽ കെട്ടിടത്തിലേക്കാണ് ഈ വിമാനം വന്ന് പതിച്ചത്. അന്നും എല്ലാവരും ഇങ്ങനെ എലിസബത്തുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിരുന്നു. അപ്പോഴൊക്കെ എലിസബത്ത് വളരെ സന്തോഷത്തോടു കൂടിയാണ്, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ആത്മഹത്യാ രീതി ഉള്ളതായി അന്നേരം ആർക്കും അനുഭവപ്പെട്ടിരുന്നില്ല. പക്ഷേ ഇപ്പോൾ പെട്ടെന്ന് എന്താണിത് സംഭവിച്ചത്? തൻ്റെ മരണത്തിന് ഉത്തരവാദി ഈ ബാലയാണ്. അത് മുഖ്യമന്ത്രിയോടും മറ്റുമൊക്കെ DGPക്കും ഒക്കെ പരാതി കൊടുത്തിട്ട് യാതൊരു പ്രയോജനവുമില്ല, ഞാൻ മരിച്ചാൽ അതിൻ്റെ പൂർണ്ണ ഉത്തരവാദി ബാലയായിരിക്കും എന്ന് ഒരു കുറിപ്പോട് കൂടിയാണ് എലിസബത്ത് ആ ചിത്രമൊക്കെ പങ്കുവച്ചിരിക്കുന്നത്. അത് മൂക്കിലൂടെ ട്യൂബ് ഇട്ടുകൊണ്ടുള്ള അതീവ ഗുരുതരാവസ്ഥയിലുള്ളൊരു ചിത്രമൊക്കെയാണ് പങ്കുവച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴും അപകടനില പൂർണ്ണമായും തരണം ചെയ്തിട്ടില്ലെന്നാണ് ആശുപത്രി വൃത്തങ്ങൾ നൽകുന്ന സൂചന. ഏതായാലും ബാലയ്ക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. ബാലയാകട്ടെ ഇപ്പോൾ സ്വന്തം ബന്ധുവായിട്ടുള്ള കോകിലയെ വിവാഹം കഴിച്ചു. കോകില വലിയ റിച്ചാണ്. അതോടൊപ്പം തന്നെ കോകിലയുമായി വളരെ സന്തോഷകരമായ ദാമ്പത്യമാണ് നയിക്കുന്നത്. താൻ ഇപ്പോൾ എവിടെ ഷൂട്ടിങ്ങിന് പോയാലും തിരിച്ച് വീട്ടിലെത്തും, കോകില ഉണ്ടാക്കി തരുന്ന ഭക്ഷണമാണ് കഴിക്കുന്നതെന്നൊക്കെ അദ്ദേഹം പങ്കുവച്ചിരുന്നു. പക്ഷേ ഈ ബാലയുമായി ബന്ധപ്പെട്ട് ഈ പറഞ്ഞതുപോലെ ആദ്യ ഭാര്യ ആയിട്ടുള്ള അമൃതയും ഒക്കെ ബാലയ്ക്കെതിരെ ശക്തമായി ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ക്രൂരമായി ആക്രമിക്കുമായിരുന്നു, ഒരുപാട് പീഡനം സഹിച്ചിട്ടാണ് ഒടുവിൽ ഡിവോഴ്സ് എത്തിയത് എന്നൊക്കെ അമൃത എന്ന് പറഞ്ഞത്. പിന്നീട് അമൃത ഗോപി സുന്ദറുമായി ഒരു ലിവിങ് ടുഗദർ പോലെ പോയെങ്കിലും അത് പിന്നെ സക്സസ്ഫുൾ ആയില്ല. പിന്നീട് ഇപ്പോൾ അമൃത വിവാഹമൊന്നും കഴിച്ചിട്ടില്ല, ഇപ്പോൾ മകളുമായി കഴിയുകയാണ്. അപ്പോൾ
അതിനിടയിലാണ് ഇത്തരത്തിൽ ഈ വലിയ സംഭവ വികാസങ്ങളൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനിടയ്ക്ക് ബാലയ്ക്ക് ഈ കരളിന് പ്രശ്നമുണ്ടായി, പിന്നെ കരൾ മാറ്റിവെക്കുന്നതടക്കമുള്ള സംഭവങ്ങളൊക്കെ നടന്നു, ഓപ്പറേഷനൊക്കെ നടന്നു. ആ സമയത്തൊക്കെ അമൃതയും എലിസബത്തും ഒക്കെ ബാലയ്ക്കൊപ്പം നിന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത. അതുകൊണ്ട് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത് രണ്ടുപേരുടെയും വശം പരിശോധിക്കേണ്ടതുണ്ട്. കാരണം ഒരാൾ പറയുന്നത് മാത്രം കേട്ടിട്ട് കാര്യമില്ല. കൃത്യമായി രണ്ടുപേരെയും ചോദിക്കണം, അല്ലെങ്കിൽ രണ്ടുപേരുമായി അഭിപ്രായങ്ങൾ ആരായണം. എന്നാൽ മാത്രമേ ഇതിൻ്റെ യഥാർത്ഥ വസ്തുത മനസ്സിലാക്കാൻ കഴിയൂ. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നത് എലിസബത്തിന് ഇപ്പോഴും ബാലയോടുള്ള സ്നേഹം പൂർണ്ണമായും ഇല്ലാതായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ആയിരിക്കണമല്ലോ ഒരു പക്ഷേ ഇത്തരത്തിൽ മറക്കാനാകുന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ആത്മഹത്യാ ശ്രമമൊക്കെ നടത്തിയെന്നാണ് തോന്നുന്നത്. പ്രിയനെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് തോന്നേണ്ടത്. കാരണം അവർക്കില്ലെങ്കിൽ ഈ ബന്ധത്തിലുണ്ടായിരിക്കുന്ന വലിയ ആഘാതം ഇപ്പോഴും ഓവർകം ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, അതിജീവിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിൻ്റെ ഒരു പ്രശ്നമാണ് അവരെ അലട്ടിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നു. ഇടയ്ക്ക് ബാലയുടെ 1-2 വീഡിയോ വന്നതൊക്കെ എലിസബത്തിനെ കുറ്റപ്പെടുത്തുന്നതായിരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അത് ആ സമയത്തായിരുന്നു. എന്നാൽ ഈ അടുത്ത കാലത്തൊന്നും അങ്ങനെ മറ്റ് വീഡിയോകൾ കണ്ടില്ല. ഈ പറയുന്ന വിമാനാപകടത്തിലെ സമയത്തൊക്കെ വളരെ സ്വാഭാവികമായ പെരുമാറ്റമായിരുന്നു എലിസബത്തിൽ നിന്നുണ്ടായിരുന്നത്. എലിസബത്ത് ഈ പറയുന്ന കോടതിയിൽ കൊടുത്തിരിക്കുന്ന കേസിൽ ബാലയുടെ അഭിഭാഷകൻ ഹാജരായപ്പോൾ പറഞ്ഞത് തനിക്ക് പണമൊന്നുമില്ല കയ്യിൽ, പണമൊന്നും ഇല്ലാത്ത ആളിനെതിരെയാണ് ഈ കേസ് കൊടുത്തിരിക്കുന്നതെന്നാണ്. പക്ഷേ എലിസബത്ത് പറയുന്നത് ബാല തന്നെ പലവട്ടം പറഞ്ഞിട്ടുണ്ട് 250 കോടി രൂപയുടെ ആസ്തിയുണ്ട്, അതുപോലെ കുടുംബ സ്വത്തുക്കളുണ്ട്, വലിയ ധനവാനാണ് താൻ എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് എന്നാണ് എലിസബത്ത് പറയുന്നത്. അപ്പോൾ ഇതിൽ ഏതാണ് ശരി എന്നുള്ളത് നമുക്കറിയില്ല. നമുക്ക് ഓർമ്മയിലുള്ള ഒരു പ്രധാനപ്പെട്ട വീഡിയോ എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു മാതൃഭൂമിയുടെ ചർച്ചയ്ക്കിടയ്ക്കാണ് ബാല എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിക്കുന്ന ഒരു രംഗമുണ്ട്. ആ വിളിച്ചിട്ട് അത് വലിയ അതെ വളരെ വൈറലായിരുന്നു. അത് അങ്ങനെ വിളിച്ചിരുത്തിയിട്ടാണ് സംസാരിക്കുന്നത്. എലിസബത്ത് കം ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് വിളിച്ചിരുത്തുന്നു, സംസാരിക്കുന്നു, ഈ പറയുന്ന വിവാദങ്ങളെ പറ്റിയൊക്കെ പ്രതികരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇവർക്കിടയിൽ പെട്ടെന്ന് എന്താണ് പ്രശ്നം ഉണ്ടായെന്നുള്ളതിനെ പറ്റി നമുക്കറിയില്ല. കാരണം 2 പേർക്കിടയിലെ പ്രശ്നമാണ്. ആ പ്രശ്നത്തിന് പരിഹാരം ആത്മഹത്യയാണെന്ന് ചോദിച്ചാൽ ഒരിക്കലും അതല്ല. ഈ ഒരാൾക്ക് വേണ്ട, തങ്ങളെ വേണ്ട എന്ന് വെക്കുകയാണെങ്കിൽ സാധാരണ നമ്മുടെ ഇടയിൽ തൻ്റെ അടുത്തോട് കൂടി പറയുന്നത് എനിക്ക് ഇന്നലെ വേണ്ട, നിനക്ക് എന്നെ ഇന്ന് വേണ്ടെങ്കിൽ എനിക്ക് നിന്നെ ഇന്നലെ വേണ്ട എന്ന് പറഞ്ഞിട്ട് പോകണം. കഴിഞ്ഞ പോയ കാലങ്ങളെ അതിജീവിച്ച് സന്തോഷത്തോടു കൂടി പുതിയ ജീവിതം നയിക്കാൻ കഴിയണം. യാത്രകൾ പോകണം, വായിക്കണം, പുതിയ എക്സ്പീരിയൻസ് ചെയ്യണം, ഈ പറയുന്ന ആത്മീയമായിട്ടുള്ള പ്രാക്ടീസുകൾ ചെയ്യുക, അതുപോലെ തന്നെ സന്തോഷവാനായിരിക്കുക, നല്ല ആഹാരം കഴിക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് സോഷ്യൽ മീഡിയയൊക്കെ നമ്മളെ പ്രോത്സാഹിപ്പിക്കാറുള്ളത്. ഇതല്ല നിങ്ങൾ സ്വീകരിക്കേണ്ട മാർഗം. ആത്മഹത്യ ഒന്നിനും പരിഹാരമില്ല എന്നുള്ളത് കൃത്യമായിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഭേദപ്പെട്ട ഒരു ജീവിതം നയിക്കാനാണ് ശ്രമിക്കേണ്ടത്. ഇതിൽ നിന്ന് ഏത് ബന്ധങ്ങളായാലും തന്നെ ബന്ധങ്ങളൊന്നും തന്നെ സ്ഥിരമല്ല എന്നുള്ളത് നമുക്കറിയാം. ഈ ജീവിതം തന്നെ സ്ഥിരമല്ല എന്നുള്ളത് അറിയാം. അപ്പോൾ പിന്നെ ഉപേക്ഷിച്ച് പോയ, ജീവിതത്തിൽ കടന്നു വന്ന് ഉപേക്ഷിച്ച് പോയ ഒരാളിനെ പറ്റിയിട്ട് ഓർത്തിട്ട് എന്തിനാണ് ആത്മഹത്യക്കും മരണത്തിനുമൊക്കെ ശ്രമിക്കുന്നത്? ഈ പറയുന്ന സ്വയം ഇല്ലാതാക്കാനൊക്കെ ശ്രമിക്കുന്നത്, ഇല്ലെങ്കിൽ സ്വന്തം മനസ്സ് തകർത്ത് ഒരു പടുകുഴിയിലേക്ക് പോകുന്നത്. ഇതിലേക്കൊന്നും പോകാതെ തന്നെ ഏറ്റവും സുരക്ഷിതവുമായിട്ടും തൃപ്തികരവുമായിട്ടുമുള്ള ഒരു ജീവിതം നയിക്കാൻ കഴിയുമെന്നുള്ളത് തിരിച്ചറിയേണ്ടതുണ്ട്. ഇവിടെ നമുക്ക് അടിവരയിട്ട് പറയാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ എലിസബത്തിൻ്റെ ആത്മഹത്യാശ്രമം വളരെ തെറ്റായിപ്പോയി. അത് ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു ഡോക്ടറാണ്, ജീവൻ്റെ വില ഏറ്റവും അറിയുന്ന ഒരു പ്രൊഫഷനുള്ള ആളാണ്. അവർ ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളെ ഓവർകം ചെയ്ത് വളരെ ധീരമായിട്ട് മുന്നോട്ട് പോകേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റുള്ളവർക്ക്, ഈ വരുന്ന രോഗബാധിതരായിട്ട് തൻ്റെ ജീവൻ നഷ്ടപ്പെടുമോ എന്ന ആശങ്കയിൽ വരുന്ന രോഗിക്ക് ഒന്നും നഷ്ടപ്പെട്ടില്ല, നിങ്ങളുടെ ജീവനും ആരോഗ്യവും എല്ലാം തന്നെ സുരക്ഷിതമായി തിരിച്ചു കിട്ടുമെന്ന് പറഞ്ഞു കൊടുക്കേണ്ട ഒരാളാണ് ഡോക്ടർ എലിസബത്ത് എന്നുള്ളതാണ്. അപ്പോൾ അവരുടെ പ്രൊഫഷൻ്റെ കൂടെ കാര്യങ്ങൾ മനസ്സിലാക്കി, അതിൻ്റെ മഹത്വം കൂടെ മനസ്സിലാക്കി, ജീവിതത്തിൻ്റെ മഹത്വത്തെയും പ്രാധാന്യത്തെയും തിരിച്ചറിഞ്ഞ് ഏറ്റവും നല്ലവണ്ണം മുന്നോട്ട് പോകേണ്ടതാണ് ചെയ്യേണ്ടത്. അതാണ് ചെയ്യേണ്ടത്. അതിനപ്പുറം മറ്റൊന്നും അല്ല അവർ ചിന്തിക്കേണ്ടത് എന്നുള്ളതാണ്. എന്തായാലും ആത്മഹത്യ ഒരു പ്രശ്നത്തിനും പരിഹാരമല്ല. ഏറ്റവും സംയമനം പാലിച്ച് ജീവിതത്തിന് സുധീരമായിട്ട് നേരിടുകയാണ് വേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.